നമ്മളെ സ്ത്രീധനൊന്നും ചോദിച്ചില്ല, നമുക്ക് സ്വർണവും പണമൊന്നും വേണ്ട, അവനൊരു കൂട്ട് വേണം, അത്രേ ഉള്ളൂ. പിന്നെ അവരെന്തൊക്കെയോ 10-75 പവനൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നു. നമ്മള് തൂക്കിയൊന്നും നോക്കിയില്ലേ. ഒറ്റ മോളല്ലേ, അവരവരെ മോക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ നമ്മളെന്തിനു ഇടപെടുന്നത്? അതവരെ കുടുംബകാര്യൂലേ, വേണ്ടാന്ന് നമ്മളൊന്നും പറയാൻ പോയില്ല. പിന്നെ പോക്കറ്റ് മണി എന്നും പറഞ്ഞ് എന്തോ നക്കാപ്പിച്ച് അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതും നമ്മളെ ഇടപെടാനൊന്നും പോയില്ല. ജീവിതകാലം മൊത്തം ഇനി അവനല്ലേ ചെലവിന് കൊടുക്കേണ്ട, വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ലല്ലേ. എടാ, സ്വർണം വിൽക്കുന്നില്ലേന്ന് എല്ലാരും ചോദിക്കുന്നു. അവന്റെ കുഞ്ഞമ്മയുടെ മോന്റെ കല്യാണത്തിനാണെങ്കിൽ 101 പവനാണ് അവര് കൊടുത്തത്. എല്ലാരും പറയും നമ്മളെ ശശിക്ക് അതിനേക്കാളും കിട്ടേണ്ടതാണെന്നാണ് പറയുന്നത്. കാര്യം അവനും ഇവനും പേർഷ്യക്കാരാണേ. പിന്നെ ഇവന് ശശിക്കാണ് അവനേക്കാളും 3 കിലോ കൂടുതലും ഉണ്ട്. ആളുകൾ പറയുന്നതിലും കാര്യമുണ്ട്. അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, നാട്ടുകാർ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മക്ക് അവനൊരു കൂട്ട് വേണം, അല്ലാതെ അമ്മക്ക് സ്ത്രീധനം ഒന്നും വേണ്ട. എടാ, ആ സ്വർണം കൊടുക്കണ്ടേ? അമ്മക്കൊക്കെ ഓരോ പവന്റെ ഒരു വളയാണ് തന്നത്. അക്കറത്തെ ശേരണന്റെ മരുമോളാണെങ്കിൽ അമ്മാവിക്ക് മാലയാണ് കൊടുത്ത. അമ്മക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ലേ. എടാ, ആ സ്വർണം കൊടുക്കുന്ന കാര്യം എന്തോന്നായി? ഇവിടെ ഇരുന്ന് വല്ല കള്ളന്മാരും കൊണ്ടുപോകണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് വിറ്റ് നിന്റെ അച്ഛനും എനിക്കൊക്കെ കുറച്ച് കടമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തു തരാൻ നോക്ക്. എടാ മക്കളെ, നീ പോണതിന് മുമ്പ് കഴുത്തി കിടക്കുന്ന മാലയും ആ മണിയുടെ മോക്കങ്ങ് കൊടുത്തേരെ. രണ്ടുപേരും ഉണ്ടായിരുന്നാ? അല്ല മോളെ, അവനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് പേർഷ്യക്കാരൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ നീ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നേല്ലേ. അപ്പൊ അവ ഇവിടന്നെ ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അവന് തിരിച്ചു വരുമ്പോ വല്ലതൊക്കെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ പറ്റത്തില്ലല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മക്കള് പോയി ചായ എടുത്ത് കുടിക്ക്.